എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രിയ. ഇന്ന് മാർബിൾ ഹോംസിലൂടെ നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് തേവയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. തേവയ്ക്കൽ ജംഗ്ഷനിൽ നിന്നും വെറും 500 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. ഇൻഫോ പാർക്കിലേക്ക് പോകുന്ന റൂട്ട് എല്ലാവർക്കും അറിയാം. തേവയ്ക്കൽ വികാസവാണി റൂട്ടിലേക്ക്, ആ ഒരു റൂട്ടിലേക്ക് പോകുന്ന വഴിക്ക് തേവയ്ക്കൽ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് നോക്കുവാണെങ്കിൽ 500 മീറ്റർ ആണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. വലിയൊരു വില്ല പ്രൊജക്ട് ആണ്. ഏകദേശം 20ഓളം വില്ലകൾ വരുന്ന വലിയൊരു ഏരിയയിൽ നിറയെ വീടുകളാണ്. എല്ലാത്തിലും തന്നെ ആളുകൾ താമസമായി. 1-2 വീടുകൾ സ്വന്തമായിട്ട് പണിയുന്നവരാണ്. അത് കൺസ്ട്രക്ഷനിൽ ഇരിക്കുവാണ്. ഈ ഒരു വീട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയ പ്രൈസിൽ തേവയ്ക്കൽ നോക്കുവാണെങ്കിലാണ് ഞാൻ കംഫർട്ടബിൾ പ്രൈസ് എന്ന് പറയുന്നത് സ്വന്തമാക്കാൻ പറ്റിയ ഒരു വീടാണ്. ഇവിടെ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 6 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. കളക്ടറേറ്റ് ഭാഗത്തേക്ക് 5 കിലോമീറ്ററും കുസാറ്റിലേക്ക് 5.3 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. നമുക്ക് ഇവിടെ തൊട്ടടുത്തൊരു ഹോസ്പിറ്റൽ, നിങ്ങളുടെ കുട്ടിക്ക് പഠിക്കാനുള്ള സ്കൂള്, കോളേജ് എല്ലാം സീപോർട്ട് എയർപോർട്ട് റോഡിൽ അവൈലബിൾ ആണ്. വെറും 5 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ നമുക്ക് സീപോർട്ട് റോഡിലേക്ക് എത്താവുന്നതാണ്. ഇടപ്പള്ളി ഭാഗത്തേക്ക് പോകണമെങ്കിൽ 10 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 22 കിലോമീറ്ററും. നമുക്കൊരു മെട്രോ സ്റ്റേഷൻ എടുത്ത് നോക്കുവാണെങ്കിൽ കുസാറ്റ് മെട്രോ സ്റ്റേഷനാണ്. 7 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഇന്ന് പരിചയപ്പെടുന്ന ഈ ഒരു വില്ല 4 സെന്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടി ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. ഒരുപാട് വീടുകളുണ്ട്, എല്ലാത്തിലും ആളുകൾ താമസമായതാണ്. നിങ്ങൾക്ക് ഈ വില്ലയിലേക്കുള്ള വഴി തന്നെ നോക്കിയാൽ കാണാം. നമുക്ക് ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ വണ്ടികളൊക്കെ ഈ ഒരു ഭാഗത്ത് നിർത്തിയിട്ടിരിക്കുന്നത്. ഈ ഒരു വഴി കംപ്ലീറ്റ് ആയിട്ട് ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. നേരെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മതിൽ നോക്കാം. വൈറ്റ് കളർ പെയിന്റ് ആണെങ്കിലും മിഡിൽ പോർഷനിലായിട്ട് കുറച്ച് ഗ്രേ കളറിലുള്ള ഭംഗിയുള്ള ടൈൽസ് ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അതിന്റെയും സെൻട്രൽ പോർഷനിൽ വന്നിട്ട് ഭംഗിയുള്ള ചെറിയ സ്പോട്ട് ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ 2 പില്ലറുകളിൽ വന്നിട്ട് ലാമ്പുകൾ വെച്ചിട്ടുണ്ട്. ഗേറ്റ് നോക്കുവാണെങ്കിൽ സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ എലവേഷൻ നിങ്ങൾ കണ്ടു. വൈറ്റ് കളർ പെയിന്റ് ആണ്. അതുകൂടാതെ ലൈറ്റ് ഗ്രേയും ഡാർക്ക് ഗ്രേയും ഒക്കെ വരുന്ന ക്ലാഡിംഗ് സ്റ്റോൺസും അതുപോലെ ടെക്സ്ചർ വർക്കുകളും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. LED ലൈറ്റുകളൊക്കെ ആവശ്യത്തിന് കൊടുത്ത് നല്ല രീതിയിൽ തന്നെയാണ് ലൈറ്റ് ഫിറ്റിംഗ്സിന്റെ കാര്യങ്ങളാണെങ്കിലും ചെയ്തിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്നാൽ നമ്മൾ നേരെ കടന്നു വരുന്നത് 1ാമത്തെ കാർ പാർക്ക് ചെയ്യാൻ പറ്റുന്ന കാർ പോർച്ചിലേക്കാണ്. കവേഡ് ആയിട്ടുള്ളൊരു പോർച്ച് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. മുകൾ ഭാഗത്തൊക്കെ ചെറിയ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്ത് റൂഫൊക്കെ കവർ ചെയ്തിട്ട് നമുക്ക് 1ാമത്തെ കാർ ഇവിടെയാണ് പാർക്ക് ചെയ്യാൻ പറ്റുന്നത്. 2ാമത്തെ കാറിനുള്ള പാർക്കിംഗ് സ്പേസ് വീടിനകത്തേക്ക് കയറിയിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കിട്ടുന്നത്. 1ഉം 2ഉം കാറുകൾ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഫ്ലോർ കംപ്ലീറ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ സ്റ്റോൺസ് വിരിച്ചിട്ട് അതിനിടയിലൊക്കെ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആണ് ഈ ഏരിയ ഒക്കെ. ഇവിടെ എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺ ആണ് വിരിച്ചിരിക്കുന്നത്. നമുക്കിവിടെ വെള്ളത്തിനുള്ള സോഴ്സ് നോക്കുവാണെങ്കിൽ KWയുടെ വാട്ടറും ബോർവെല്ലും ആണ് ഇവിടെ വാട്ടർ സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് വർക്ക് ഏരിയയ്ക്കായിട്ടുള്ള ഫ്ലോറ് കാര്യങ്ങളെല്ലാം കെട്ടിയിട്ടുണ്ട്. മുകളിൽ റൂഫും കവർ ചെയ്തിട്ടുണ്ട്. 1ാമത്തെ കാർ പാർക്കിങ്ങിന്റെ സൈഡിലൂടെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ നിന്ന് എൻഡ് ചെയ്യുന്നതും വർക്ക് ഏരിയയുടെ സ്പേസിലാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. ഒരു 4 ചെയറുകൾ വരെ പ്ലേസ് ചെയ്യാനുള്ള നല്ലൊരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. മെയിൻ ഡോർ ഇവിടെയായിട്ടാണ് വരുന്നത്. 2 പാളിയിലാണ് ചെയ്തിരിക്കുന്നത്. മരത്തിന്റെ വർക്കുകളൊക്കെ നോക്കുവാണെങ്കിൽ ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ്. പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് മെയിൻ ഡോർ ഫേസ് ചെയ്യുന്നത്. വെസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് മെയിൻ ഡോർ വരുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. ഇവിടുത്തെ ലിവിംഗ് ഏരിയ എടുത്തു പറയേണ്ടതാണ്. വളരെ വലിയൊരു ലിവിംഗ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. 17 അടി നീളവും 12 അടി വീതിയിലുമുള്ള ഒരു വലിയ ലിവിംഗ് സ്പേസ് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ വൈറ്റ് കളറാണ്. ചെറിയൊരു ബ്ലാക്ക് ഡിസൈൻ കൂടി അതിനകത്ത് വരുന്നുണ്ട്. വിൻഡോസ് നോക്കുവാണെങ്കിൽ നമുക്ക് വീടിനകത്തേക്ക് കയറിയിട്ട് റൈറ്റ് സൈഡിലായിട്ടാണ് 4 വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഹാവൽസിലും LEസിലും ലെഗ്രാൻഡിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡോർ തുറന്ന് നേരെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് TV യൂണിറ്റ് ആണ്. മൾട്ടിവുഡിലെ ഭംഗിയായിട്ടാണ് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിലൊക്കെ PVC പാനലിങ്ങും അതുപോലെ വൈറ്റ് കളർ ബോർഡാണ് TV വെക്കാനായിട്ട്. റൈറ്റ് സൈഡ് നോക്കിയാൽ ഓപ്പൺ ഷെൽഫുകൾ വരുന്നുണ്ട്. താഴെ കബോർഡുകളായിട്ട് തിരിച്ച ഡോറുകളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. നേരെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടാണ്, പ്രത്യേകിച്ച് വർക്കുകളൊന്നും വരുന്നില്ല.
ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ലിവിംഗ് സ്പേസിൽ 2 ഫാൻ ഫിറ്റിംഗ് കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. ഫുഡ് ലാമ്പ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പിന്റെ താഴെയുള്ള ഭാഗങ്ങളെല്ലാം തന്നെ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇൻവെർട്ടേഴ്സ് വെക്കാനും സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനും നമുക്ക് ഈ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. സ്റ്റെപ്പ് കയറി പോകുന്ന ഭാഗം ഡബിൾ ഹൈറ്റഡ് ആണ്. കയറി പോകുന്ന വഴിയിൽ ഷോ ലൈറ്റുകളെല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വലിയൊരു ലിവിംഗ് സ്പേസ് നമ്മൾ കണ്ടു. നമുക്കിവിടെ താഴെയായിട്ട് ഒരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. ലിവിംഗ് സ്പേസിന്റെ ഈ ഒരു ഭാഗത്ത് സ്റ്റെയർ കേസ് കയറി പോകുന്ന ഭാഗത്തായിട്ടാണ് സ്റ്റെപ്പുകൾ വരുന്നത്. ഇവിടുത്തെ മരങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ആഞ്ഞിലിയിലും മഹാഗണിയിലും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ബെഡ്റൂമിന്റെ ഡോറിന്റെ ഡിസൈൻ വരുന്നത്. ലിവിംഗ് സ്പേസ് പോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ബെഡ്റൂമും. 16 അടി നീളവും 12 അടി വീതിയുമുള്ള ഒരു വലിയ ബെഡ്റൂം തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. 2 സൈഡിലായിട്ട് 3 വിൻഡോസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വാർഡ്രോബുകൾ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. വുഡൻ കളർ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നല്ല ഗ്ലോസി ആയിട്ട് ലാമിനേഷനോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മിറർ കൂടി അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് സൈഡ് ടേബിൾ ഒക്കെ കൊടുത്തിട്ട് ഭംഗിയായിട്ട് നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ ലൈറ്റ് ഫിറ്റിംഗ്സും LED സ്ട്രിപ്പുകളും മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ റൂമുകളിലും ഫാൻ ഫിറ്റിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂം ടൈലുകൾ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. വലിപ്പത്തിൽ തന്നെയാണ് ബാത്റൂം കൊടുത്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് നോക്കുവാണെങ്കിൽ സെറയിലാണ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസ് കണ്ടു, ഒരു ബെഡ്റൂം കണ്ടു. നമുക്കിത് നേരെ ഡൈനിങ് ഹാളിലേക്ക് പോകാം. കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ഇവിടുത്തെ സ്ട്രക്ചറുകളെല്ലാം വരുന്നത്. നമുക്ക് നോർമലി വരുമ്പോൾ ലിവിംഗ് ഡൈനിങ് അങ്ങനെ ഒരു ഓർഡർ ഉണ്ട്. അതിൽ നിന്നും കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് ഇവിടുത്തെ ഡൈനിങ് സ്പേസ് വരുന്നത്. ഡൈനിങ് സ്പേസിലേക്കുള്ള എൻട്രൻസ് നോക്കുവാണെങ്കിൽ മൾട്ടിവുഡിൽ നല്ല ഡിസൈനിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലായിട്ട് നോക്കുവാണെങ്കിൽ 2 ഹാങ്ങിങ് ലൈറ്റും ഏറ്റവും ടോപ്പിൽ CNC കട്ടിങ്ങുമാണ് വരുന്നത്. ഡൈനിങ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് നീളവും വീതിയൊക്കെ നോക്കുവാണെങ്കിൽ 10.5 അടി നീളവും 10 അടി വീതിയുമാണ് കിട്ടുന്നത്. നമുക്ക് ഏകദേശം ഒരു 6 പേരെ അല്ലെങ്കിൽ 8 പേരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന നല്ലൊരു സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഈ ഭാഗത്ത് 3 വിൻഡോസും ഇവിടെ ബാക്കിയുള്ള 3 വിൻഡോസുമാണ് കിട്ടുന്നത്. നമുക്ക് ഇവിടുത്തെ വാഷ് ഏരിയ നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് മാറിയിട്ട് മൾട്ടിവുഡിൽ തന്നെ സെപ്പറേറ്റ് ഒരു സ്പേസ് കൊടുത്തിട്ടാണ് വാഷ് ബേസിൻ വെച്ചിരിക്കുന്നത്. മുകളിലും താഴെയും നിറയെ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. മിഡിൽ പോർഷനിൽ പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ട് സെറയുടെയാണ് വാഷ് ബേസിൻ. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് ഇത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഡൈനിങ് സ്പേസിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഡോർ ഉണ്ട്. ഈ ഒരു ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാവുന്നതാണ്. ഇവിടെ വർക്ക് ഏരിയ സ്പേസ് ആണ് നമ്മൾ കണ്ടതാണ്. മുകളിലൊക്കെ വർക്ക് ഏരിയ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. താഴെ നമുക്കിനി ആ ഒരു ഫ്ലോറിങ്ങും കോൺക്രീറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് കിച്ചണിലേക്കാണ്. കിച്ചന്റെ സ്ഥാനം നോക്കുവാണെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് വരുന്നത്. എൻട്രൻസ് നോക്കിയാൽ ഏറ്റവും ടോപ്പിൽ CNC കട്ടിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു മെയിൻ എൻട്രൻസിൽ തന്നെയായിട്ട് നോക്കുവാണെങ്കിൽ ക്രോക്കറി ഷെൽഫും കിട്ടുന്നുണ്ട്. ഗ്ലാസ് പാർട്ടീഷൻ ഒക്കെ കൊടുത്തിട്ട് മുകളിലും താഴെയൊക്കെ ഒരുപാട് സാധനങ്ങൾ സൂക്ഷിക്കാവുന്ന നല്ലൊരു ക്രോക്കറി ഷെൽഫാണ് നമുക്കിവിടെ കിട്ടുന്നത്. കിച്ചണകത്തേക്ക് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ബ്രൗൺ ആൻഡ് ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു ഓഫ് വൈറ്റ് കളർ തന്നെ വരുന്ന ടൈലാണ് കൊടുത്തിരിക്കുന്നത്. 2 സൈഡിലായിട്ടാണ് നമുക്ക് കിച്ചൺ ക്യാബിനറ്റ്സ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിലേക്ക് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ റൈറ്റ് സൈഡ് നിങ്ങൾ നോക്കിക്കോളൂ, നിറയെ ക്യാബിനറ്റ്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. മുകളിൽ 2 ലെയറിലും താഴെയുള്ള ലെയറിലുമാണ്. ലെഫ്റ്റ് സൈഡ് നോക്കുവാണെന്നുണ്ടെങ്കിൽ അവിടെയും അതുപോലെ തന്നെയാണ്. നിറയെ ക്യാബിനറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് 3 വിൻഡോസ് വരുന്നത്. അതിനടുത്തായിട്ട് തന്നെയാണ് സിങ്കും പൈപ്പ് കണക്ഷനും കൊടുത്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ LED സ്ട്രിപ്പുകൾ വരുന്നുണ്ട്. LED ബൾബുകളും ഫാൻ ഫിറ്റിംഗുമാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് കിച്ചൺ ആണ്. ഇതിന്റെ ഈ ഒരു കോർണർ ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് വയ്ക്കാനായിട്ട് നമുക്ക് സെപ്പറേറ്റ് ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. ഫസ്റ്റ് കിച്ചൺ കഴിഞ്ഞാൽ നമ്മൾ നേരെ ചെല്ലുന്നത് സെക്കൻഡ് കിച്ചണിലേക്കാണ്. സ്ട്രെയിറ്റ് തന്നെ 2 വിൻഡോസ് വരുന്നുണ്ട്. ഇവിടെയും നമുക്ക് ധാരാളം കബോർഡുകൾ മുകളിലും താഴെയും കിട്ടുന്നുണ്ട്. ഒരു സിങ്കും പൈപ്പ് കണക്ഷനും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയാൽ നമുക്കൊരു ഡോറ് കാണാം. അത് തുറന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. സ്റ്റെപ്പ് കയറി നേരെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ഷോ ലൈറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റെപ്പ് കയറി നേരെ വന്ന് ഇവിടെ നിൽക്കുന്ന സമയത്ത് കാണാം നിറയെ നമുക്ക് ഫുഡ് ലാബ് ഫെസിലിറ്റി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നേരെ വന്ന് നിൽക്കുന്നത് വലിയൊരു ഹാളിലേക്കാണ്. അപ്പർ ലിവിംഗ് ഏരിയ നമുക്ക് ഇവിടെയാണ് കിട്ടുന്നത്. TV വയ്ക്കാനായിട്ട് ഇലക്ട്രിക്കൽ അറേഞ്ച്മെന്റ്സ് എല്ലാം കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഹോളിലാണ്. വിൻഡോസ് നോക്കുവാണെങ്കിൽ സ്ട്രെയിറ്റ് 4 വിൻഡോസും റൈറ്റ് സൈഡിലായിട്ട് ബാക്കിയുള്ള 2 വിൻഡോസുമാണ് കിട്ടുന്നത്. ഇവിടെ നിന്ന് നമ്മൾ സ്റ്റെപ്പ് കയറി നേരെ മുകളിലെത്തി നിൽക്കുകയാണ്. താഴെ ഒരു ബെഡ്റൂമാണ് കണ്ടത്. മുകളിൽ 3 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. ടോട്ടലി നോക്കുവാണെങ്കിൽ 2ാമത്തെ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 14 അടി നീളവും 10 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്.
സ്ട്രേറ്റ് വരുമ്പോൾ നമുക്ക് ഇവിടെ വിൻഡോസ് കാണാം. 2 സിംഗിൾ വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. റൂഫ് പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഷോ ലൈറ്റും ഒരു ഫാൻ ഫിറ്റിംഗും മാത്രമാണ് ഇവിടെ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബുകൾ കൊടുത്തിരിക്കുന്നത്. ലൈറ്റ് ഗ്രേ ഷെയ്ഡിൽ ബ്രൗൺ ഡിസൈനോട് കൂടിയിട്ട് ഡ്രസ്സിംഗ് ടേബിൾ കൂടി അറ്റാച്ച് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ഡോർ വരുന്നുണ്ട്. ഇത് തുറന്നു കഴിഞ്ഞാൽ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. ടെറസ് വന്നിട്ട് ഓപ്പൺ ടെറസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ ഫെസിലിറ്റി കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് ആൻഡ് ബ്രൗൺ കളർ കോമ്പിനേഷനിൽ ഫ്ലോർ ഒക്കെ നോക്കുവാണെങ്കിൽ വുഡൻ കളർ ഡിസൈനിലൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്ത് തന്നെയായിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഇതൊരു ചെറിയ ബെഡ്റൂം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 10 അടി നീളവും 9 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് 3 വിൻഡോസ് വരുന്നുണ്ട്. റൂമില് ലൈറ്റ് ഫിറ്റിംഗും ഫാൻ ഫിറ്റിംഗും കൊടുത്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ഡിസൈനോട് കൂടിയ ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. 3 ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞു. ഫൈനലി നമുക്കിനി നാലാമത്തെ ബെഡ്റൂമാണ് കാണാനുള്ളത്. നല്ല സൈസിൽ തന്നെയാണ് നാലാമത്തെ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. 12 അടി നീളവും 12 അടി വീതിയുമാണ് വരുന്നത്. സ്ട്രേറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് വാർഡ്രോബുകൾ കാണാം. ഇവിടെയും ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു മിറർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 3 വിൻഡോസും ബാക്കിയുള്ള 3 വിൻഡോസ് ഈ ഭാഗത്തുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ എല്ലാ സൈഡുകളിലും നമുക്ക് പ്രൊജക്ഷൻ വരുന്നുണ്ട്. അവിടെയെല്ലാം LED വലിയ ബൾബുകളും മിഡിൽ പോർഷനായിട്ട് ഫാൻ ഫിറ്റിംഗുമാണ് കൊടുത്തിരിക്കുന്നത്. നാലാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഏരിയയിലേക്ക് സെപ്പറേറ്റ് മാറിയിട്ടാണ് ബാത്റൂം വെച്ചിരിക്കുന്നത്. നാലാമത്തെ ബാത്റൂം നോക്കുവാണെങ്കിലും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ ചെയ്യാവുന്ന രീതിയിലാണ് വരുന്നത്. നമുക്ക് ഇവിടുത്തെ ടൈലുകൾ നോക്കുവാണെങ്കിൽ നല്ല ബ്ലാക്ക് കളറിലാണ് വരുന്നത്. ഫ്ലോറുകളിലൊക്കെ ഒരു ഗ്രേ കളർ ടൈലുമാണ് കൊടുത്തിരിക്കുന്നത്. ഫൈനലി നമുക്കിനി ഇവിടുത്തെ ബാൽക്കണിയാണ് കാണാനുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാൽക്കണി വരുന്നത്. വലിയൊരു ഏരിയ തന്നെ നമുക്ക് ഇവിടെ ബാൽക്കണിക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് റെയിൽസ് ഒക്കെ വെച്ച് സേഫ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വലിയൊരു ഏരിയ ആണ് കിട്ടുന്നത്. റൂഫ് ഒക്കെ പ്ലെയിൻ ആയിട്ടാണ്. ഒരു ഷോ ലൈറ്റ് മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വീട് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞു. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് തേവയ്ക്കലിന് അടുത്തായിട്ടാണ്. തേവയ്ക്കൽ ജംഗ്ഷനിൽ നിന്നും വികാസവാണി വഴി നമുക്ക് ഇൻഫോ പാർക്കിലേക്ക് എളുപ്പത്തിൽ പോകാം. ആ ഒരു റൂട്ടിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. തേവയ്ക്കൽ ജംഗ്ഷനിൽ നിന്ന് നോക്കുവാണെങ്കിൽ വെറും 500 മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇൻഫോ പാർക്കിലേക്ക് 6 കിലോമീറ്റർ ആണ്. സീപോർട്ട് റോഡിൽ നമുക്കറിയാം എല്ലാ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ വരുന്നത് സീപോർട്ട് റോഡിലാണ്. കളക്ടറേറ്റ്, ഭാരതമാതാ കോളേജ്, സൺറൈസ് ഹോസ്പിറ്റൽ, നൈപുണ്യ സ്കൂള് ഇവിടേക്കൊക്കെ വെറും 5 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. കുസാറ്റിലേക്ക് ഈസി ആയിട്ട് എത്താം. 5.3 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 10-15ഓളം വില്ലകളുണ്ട്. പലതും സെയിൽ ആയതാണ്. നമുക്ക് ഈ ഒരു വീട് മാത്രമാണ് ഇവിടെ സെയിലിനായിട്ടുള്ളത്. നിങ്ങൾക്ക് ഡീറ്റെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 സെന്റ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളാണ് ഈ ഒരു വീടിന് വരുന്നത്. 2 കാർ പാർക്കിംഗ് ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. ബോർവെല്ലും KW വാട്ടർ കണക്ഷനും നമുക്ക് ഇവിടെയുണ്ട്. 4 സെന്റ് ഓഫ് ലാൻഡിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 95 ലക്ഷം രൂപയാണ്. പക്ഷേ മാർബിൾ ഹോംസ് വഴി നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അത് നല്ല രീതിയിൽ നെഗോഷ്യബിൾ ആക്കി ഞങ്ങൾ നിങ്ങൾക്ക് വാങ്ങിച്ചു തരുന്നതായിരിക്കും. വീട് വാങ്ങിക്കാനുള്ള ഈ ഒരു ഫുൾ എമൗണ്ട് കയ്യിലുള്ള എങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള എമൗണ്ട് നമുക്ക് ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ളത് നിങ്ങളുടെ എലിജിബിലിറ്റിക്ക് അനുസരിച്ച് മാക്സിമം ലോൺ ആയിട്ട് തന്നെ ഞങ്ങൾ ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും എടുത്തു തരുന്നതാണ്. ലോണിന്റെ കാര്യത്തിൽ നിങ്ങൾ ഓടി നടക്കുകയോ ബുദ്ധിമുട്ടോ ഒന്നും വേണ്ട. എല്ലാ കാര്യങ്ങളും മാർബിൾ ഹോംസ് ചെയ്തോളാം. നിങ്ങൾ നിങ്ങളുടെ സാലറി ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഫോണിലൂടെ ഷെയർ ചെയ്ത് തന്നാൽ മാത്രം മതി. നിങ്ങൾ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ അടുത്ത് സേഫ് ആയിരിക്കും. കംഫർട്ടബിൾ ആയ ഡീലിംഗ് ആയിരിക്കും നിങ്ങൾക്ക് മാർബിൾ ഹോംസുമായിട്ട് കിട്ടുന്നത്. വീട് ഇഷ്ടമായാലും ഒട്ടും ലേറ്റ് ആവേണ്ട. എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്, വിളിച്ചോളുക. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.